കിറ്റെക്സ് ഫ്ലവേഴ്സ് ടിവി അവാർഡ്സ്. ഇനി അടുത്തതായിട്ട് വേദിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ ഉണ്ടോ? ഇല്ലേ? ഹലോ 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 ആരായിരുന്നു? ഞാൻ ഒരുപാട് ഹിറ്റ് സീരിയലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഓ ശോ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഏതൊക്കെയാണ് സീരിയൽ? ഏതൊക്കെയാണ്? അല്ല, ഞാൻ എഴുതിയതൊക്കെ 8 നില പൊട്ടിയിട്ടുണ്ട്. എന്റെ തൂലികാ നാമമാണ് സൂപ്പർ ഹിറ്റ് എന്നുള്ളത്. സൂപ്പർ ഹിറ്റ് എന്ന തൂലികാ നാമം. ന്യൂ ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ 90 വർഷം കഴിഞ്ഞാൽ ഈ ന്യൂ ഗ്ലാസ് ഏജൻസീസ് എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ പുതുമയോടെ നിൽക്കും. ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അല്ല, ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ തൂലിക ചലിച്ചപ്പോൾ ഒരു കഥയുണ്ടായി. ആ കഥാപാത്രത്തിന് ഇവിടെ ഒരു അവാർഡ് നോമിനേഷൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓ, അടിപൊളി ചേട്ടാ, അക്കോട് കൈ. ശരിക്കും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് ചേട്ടന്റെ ഒരു കഥാപാത്രത്തിന് അവാർഡ്. എനിക്കത്ര വലിയ സന്തോഷമൊന്നുമില്ല. ഈ അവാർഡ് പിൻവലിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ചേട്ടാ, സന്തോഷമുള്ള ഒരു കാര്യമല്ല ഇത്രയും ഓഡിയൻസിന് മുമ്പ് വെച്ച് ചേട്ടന്റെ കഥാപാത്രത്തിന് അവാർഡ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് പറഞ്ഞതിന്റെ വിഷമം മനസ്സിലാവില്ല. ഞാൻ വർഷങ്ങളായിട്ട് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഭയങ്കര ഭീകരമായിട്ട് സീരിയസ് ആയിട്ട് എഴുതി കൊടുത്ത ആ കഥാപാത്രത്തിന് ഇവിടെ കിട്ടുന്ന അവാർഡ് ഏതെന്നറിയാമോ? ഏറ്റവും നല്ല കൊമേഡിയനുള്ള അവാർഡ്. പിന്നെ എനിക്ക് സഹിക്കുമോ? അതുകൊണ്ട് ഈ അവാർഡ് ഒന്ന് മാറ്റി തരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്നു. അതിപ്പോ നമുക്ക് ശ്രീകണ്ഠ സാറിനോട് പറഞ്ഞു നോക്കാം, മാറ്റാൻ പറ്റുമോ? പറഞ്ഞു നോക്കിയാൽ പോരാ, അത് റെഡിയാക്കി തന്നെ. അല്ല, ചോദിക്കട്ടെ, ചേട്ടൻ ഈ കലാപാരമ്പര്യം ഇങ്ങനെ കുടുംബമായിട്ടുള്ളതാണോ? കുടുംബമായിട്ട് കലാപാരമ്പര്യമൊന്നുമില്ല. എന്റെ അച്ഛൻ റബ്ബർ വെട്ടുകാരനാണ്, ഞാൻ സീരിയൽ എഴുതുന്ന ആളായിരുന്നു. അപ്പൊ ശരി, രണ്ട് തമ്മിൽ യാതൊരു ബന്ധമില്ല. ആര് പറഞ്ഞു ബന്ധമില്ലാന്ന്? എൻ്റെ അച്ഛൻ റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെ റബ്ബർ ഷീറ്റ് വലിക്കുന്നു. ഞാൻ കഥ സീരിയൽ റബ്ബർ ബാൻഡ് വലിക്കുന്ന ആര് വലിക്കുന്നു? അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്തിട്ട് പോവല്ലേ? ചെറിയൊരു മാച്ചിങ് ഇപ്പൊ തോന്നുന്നു. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സീരിയലിലൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ടിവിയിൽ കാണുന്നതല്ലേ? അപ്പൊ ഇതുപോലെ സ്ക്രിപ്റ്റ് എഴുതാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. സീരിയലിന് കഥ എഴുതുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കാര്യം പറയാം, ഞാൻ ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മണംകുടാച്ചനായ ഒരു ഭർത്താവ് വീട്ടിലും നാട്ടിലും എല്ലാവരെയും അടക്കി വാരണ ഒരു പെണ്ണുമ്പുള്ള ഒരു ഭാര്യ. വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ കൂടെ തേരാപാര നമ്മുടെ മുമ്പിൽ കൂടെ നമ്മുടെ മോഡ് നടന്നാലും നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ മതി. ഊക്കിരുന്ന ഒരു സീരിയലിന്റെ ത്രെഡായി. അടിപൊളി. ഇതാണ് ചേട്ടന്റെ ഐഡിയ അല്ലേ? അല്ല, അപ്പൊ കേരളത്തിലെ കുടുംബങ്ങളൊക്കെ ഈ വഴിക്ക് ആക്കുന്ന ചേട്ടന്റെ കുടുംബം എങ്ങനെയാ? എന്റെ കുടുംബം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. കല്യാണം കഴിച്ചില്ല? എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വെച്ചൊരു കല്യാണമൊക്കെ അങ്ങനെ ഉറപ്പിച്ച് വെക്കാനായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീരിയലിന്റെ കഥ എഴുതണമെന്ന് പറയും. ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 10, 15, 20 വർഷം കഴിഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇതിന് കല്യാണം നടക്കൂല. തന്നെയുമല്ല, ഇപ്പോഴത്തെ കാരണന്മാരൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സീരിയൽ നടന്മാർക്ക് അല്ലെങ്കിൽ സീരിയൽ പ്രവർത്തകർ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10ാം മാസത്തിൽ പ്രസവിക്കണ പെങ്കൊച്ച് 2 വർഷം കഴിഞ്ഞാലും പ്രസവിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളത് കൊണ്ട് ശരിക്കും നടക്കുന്നത്. റേറ്റിംഗ് കുറവാണെങ്കിൽ 2 മാസത്തിൽ പ്രസവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 10, 15 വർഷമൊക്കെ ആയിട്ട് നീങ്ങും. അത് പറഞ്ഞപ്പോഴാ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടന്റെ സീരിയലിൽ ഒരു നായിക വേറൊരു ചാനലിലേക്ക് ചാടിയിട്ടുണ്ടോ? എങ്കിൽ അവളെ ഞാൻ എഴുതി തളർത്തി കിടക്കും. എവിടെ എന്റെ തൂലിക ഉണ്ടോ? എന്റെ കയ്യിലില്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇടുക്കന്റെ തൂലിക. എന്റെ നായിക പോയി മറ്റൊരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ നമ്മുടെ സ്വന്തം ബിനു അടിമാലി ചേട്ടൻ ഒരു നല്ല കൈയ്യടി കൊടുക്കൂ. കിറ്റെക്സ് ഫ്ലവേഴ്സ് ടിവി അവാർഡ്സ്.